നമസ്കാരം. തികച്ചും വ്യത്യസ്തമായ ഒരു വാർത്തയിലോട്ടാണ് ഇന്ന് നമ്മൾ കിടക്കുന്നത്. 540 മണിക്കൂർ, 21.5 ലക്ഷം തീപ്പെട്ടിക്കൊള്ളുകൾ. 15 വയസ്സുള്ള നവനീത് മുരളീധരൻ നിർമ്മിച്ച ഒരു ചിത്രമാണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഒരു ചിത്രം. ഈ ചിത്രം വരച്ച നവനീതിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഈ ചിത്രത്തിൻ്റെ ഉടമയായിട്ടുള്ള നവനീത്. ഈ ചിത്രത്തിന് തന്നെ ഇപ്പോൾ റെക്കോർഡ് വരെ നേടിക്കഴിഞ്ഞു. കൂടുതൽ വിശേഷങ്ങൾ നവനീതിനോട് ചോദിച്ചറിയാം. ഇതിൻ്റെ വിശേഷം എന്താണ്? പൂർണ്ണമായിട്ടും എന്താണ് ഇതിൻ്റെ ആശയം, ഇത്തരത്തിലൊരു രൂപകൽപ്പന ചെയ്യാനുള്ളത്? ഇത് ഞാൻ ആദ്യം ഇതിലോട്ട് എത്തിപ്പെടാൻ കാരണം അവരുടെ ഗിന്നസിൻ്റെ സൈറ്റിൽ കുറേ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ചെയ്യാൻ താല്പര്യം തോന്നിയതും ഇഷ്ടപ്പെട്ടതും മാസ്റ്റിംഗ് മൊസൈക്കാണ്. ആദ്യം ചെയ്ത മാസ്റ്റിംഗ് മൊസൈക്ക് 2 മീറ്റർ സ്ക്വയർ അടുപ്പിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഏകദേശം 5 ഇരട്ടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ മാസ്റ്റിംഗ് മൊസൈക്ക്. 10 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ പഴയ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ ബുർജ് ഖലീഫ, താജ്മഹൽ, കൊളോസിയം, വേൾഡ് മാപ്പ്, ഈഫിൾ ടവർ അതേപോലെ പടങ്ങൾ ഉൾപ്പെടുത്തി ആദ്യം അവർക്ക് ഡിസൈൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഇനി ആ ഡിസൈൻ അപ്രൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പ്ലൈവുഡിൽ 5 മീറ്റർ ഇൻറ്റു 2 മീറ്ററാണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ആ പ്ലൈവുഡിൽ ആദ്യം വരച്ചതിന് ശേഷമാണ് 21.5 ലക്ഷം തീപ്പെട്ടി തിരികൾ ഞാൻ 540 മണിക്കൂർ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കറക്റ്റ് വരച്ചതിൻ്റെ പുറത്തൂടെ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈഫിൾ ടവർ ഇടയ്ക്ക് കത്തിപ്പോയായിരുന്നു. അപ്പോൾ 2 ലക്ഷം തീപ്പെട്ടി ഏകദേശം വീണ്ടും ഞാൻ അടുക്കി. അപ്പോൾ അത്രയും കൂടുതൽ സമയമായി. അങ്ങനെ 45 ദിവസം കൊണ്ട് ഞാൻ തീർത്തു. 540 മണിക്കൂറിൽ 45 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. എന്നിട്ട് അവർ ഈ വീഡിയോ എവിഡൻസ് തുടക്കം മുതൽ അവസാനം വരെ ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോയും അവർക്ക് അയച്ചു കൊടുക്കണം. അതാണ് അവരുടെ മെയിൻ എവിഡൻസ്. അതേപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസും സർവേ റിപ്പോർട്ടുകളായിട്ട് അങ്ങനെ കുറേ എവിഡൻസ് അയച്ചു കൊടുത്തു. അങ്ങനെ 1.5 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. ഇത് വിലപ്പെട്ട ഒരു 540 മണിക്ക് ഇത് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു സമയം മാറ്റി വെച്ചത്? ഇതിൻ്റെ 9ാം ക്ലാസ്സിലെ വെക്കേഷൻ സമയത്ത്, 10ാം ക്ലാസ്സിന് തുടങ്ങുന്നതിന് മുമ്പാണ് വെക്കേഷൻ സമയത്ത് 1 മാസം ഫുള്ളാണ് ഇരുന്ന് ചെയ്തത്. ബാക്കിയുള്ള ഒരു 5 ദിവസം ലീവ് എടുത്തു. ബാക്കിയുള്ള കുറച്ച് ദിവസം ലീവ് എടുത്ത് വെക്കേഷൻ സമയം മൊത്തവും രാവിലെയും രാത്രിയൊക്കെ ഇരുന്നാണ് ചെയ്തത്. ഒരു ദിവസമൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് കയറി അടുത്ത ദിവസം രാവിലെ 10 മണിക്കൊക്കെ ആയിരുന്നു ഉറങ്ങാതെ ഇരുന്ന് ചെയ്ത്. അത്രയും കൂടുതൽ നേരം ഇരുന്ന് ചെയ്താലേ തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അത്രയും ഇരുന്ന് ചെയ്താണ്. നിലവിൽ കിട്ടിയിരിക്കുന്ന അവാർഡുകൾ എന്താണ്? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് മുന്നേ എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്? ഇതിന് മുന്നേ എനിക്ക് ഡൂഡിൽ ആർട്ട്, വേൾഡ്സ് ലാർജസ്റ്റ് കളേർഡ് ഡൂഡിൽ ആർട്ട് ചെയ്തതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് പുതിയതായിട്ട് എനിക്ക് ഗിന്നസും കൂടെ വേണം എന്നുള്ള രീതിയിലാണ് അവരുടെ സൈറ്റിൽ കൂടുതൽ നോക്കിയപ്പോൾ ഇതിലോട്ട് എത്തിപ്പെടുന്നതും കിട്ടിയതും ഗിന്നസ് റെക്കോർഡ്. ഈ ബ്ലാക്ക് ഇതുള്ളത് കടക്കിൻ്റെ ഡീലർഷിപ്പിൽ നമ്മൾ വാങ്ങിച്ചു തരാം, തക്കലയിൽ നിന്ന്. ഇത് അടുത്തുള്ള മാവളക്കടവിൽ നിന്ന് ഒരു മില്ലിൽ നിന്നാണ് ഈ മരുന്നില്ലാത്ത ഈ തീപ്പെട്ടികൾ വാങ്ങിച്ചത്. ഈ മരുന്നുള്ള തീപ്പെട്ടികളുടെ ബോക്സ് മാത്രമേ ഉള്ളൂ. മരുന്നില്ലാത്ത തീപ്പെട്ടികളാണ് കൂടുതൽ. വലിയ ചാക്ക് ഇതായിട്ട് കിലോ അതിൻ്റെ ഒരു ഇതാണ് വാങ്ങിച്ചത്. 132 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് ഈ തീപ്പെട്ടിക്ക് മാത്രം മൊത്തത്തിൽ. ഇതിന് സപ്പോർട്ട് അങ്ങനെ കുടുംബത്തിൽ വീട്ടിൽ നിന്നൊക്കെ? അപ്പോൾ അമ്മയും അച്ഛനും അമ്മൂമ്മയും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഞാൻ ചെയ്യുമ്പോഴൊക്കെ വന്നിരിക്കും. നല്ല സപ്പോർട്ടായിരുന്നു എല്ലാം. നമ്മൾ പഠിക്കുന്ന സ്കൂളിലാണ്? ഞാൻ 11ാം ക്ലാസ്സിലാണ്. ഡോക്ടർ ജെ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, നെയ്യാറ്റിൻകര. സ്കൂളിലൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്? സ്കൂളിലും എല്ലാവർക്കും ടീച്ചേഴ്സും എല്ലാ കാര്യത്തിനൊക്കെ സപ്പോർട്ടാണ്. വേറെ ഡ്രോയിങ് കോമ്പറ്റീഷനായാലും എന്ത് കോമ്പറ്റീഷന് പോകാനായാലും ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളിൽ നിന്നും നല്ല സപ്പോർട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടുണ്ട്. നാട്ടുകാരെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും തീപ്പെട്ടി വെട്ടി കൊണ്ടുവരുന്നു കണ്ട കാഴ്ചകളിൽ? ചെയ്യുന്ന സമയത്ത് വലുതായിട്ട് ആരും അറിഞ്ഞില്ല. നെയ്ബേഴ്സൊക്കെ മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ വലുതായിട്ട് ആരും നാട്ടുകാരങ്ങനെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഗിന്നസ് കിട്ടിയതിന് ശേഷമാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ വന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഇത്രയും തീപ്പെട്ടിയൊക്കെ വെച്ച് ചെയ്തല്ലോ, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ്. അടുത്ത് ഏതൊരു റെക്കോർഡാണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത് ഇതുവരെ പ്രത്യേകിച്ചൊന്നും മനസ്സിലില്ല. എന്നാലും
തീപ്പെട്ടി ഇതിൻ്റെ ബോക്സ് വെച്ച് വല്ലതും ചെയ്യാമോ എന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് വേറെ പ്രത്യേകിച്ച് തോന്നിയില്ല. മകൻ്റെ ഈ ഒരു നേട്ടം എങ്ങനെ കാണുന്നു? വളരെ സന്തോഷം. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ അവൻ ഇത്രയും റെക്കോർഡുകൾ കരസ്ഥമാക്കിയതിൽ അവൻ്റെ പ്രയത്നം തന്നെയാണ് ഇതിൽ കൂടുതൽ. നമ്മുടെ പുറകിൽ നിന്നുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അഭിമാനം തരുന്ന തന്നെയാണ്. മകൻ ഈ പഠന സമയത്താണ് സമയം മാറ്റി വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അനുഭവത്തിന്. അപ്പോൾ അതിനെക്കുറിച്ച് അമ്മയ്ക്ക് എന്താണ്? പഠന സമയത്ത് തന്നെയായിരുന്നു ചെയ്തത്. സ്കൂൾ അടച്ചിരുന്ന സമയത്തായിരുന്നു ഇത് ചെയ്തത്. പഠിക്കണമെന്നുള്ള ചിന്ത ആയതുകൊണ്ടാണ് സ്കൂൾ അടച്ച സമയത്ത് ചെയ്തത്. സ്കൂളിൽ നിന്ന് ഒരു 1.5 ആഴ്ചത്തെ ലീവും അവർ ചോദിച്ചു വാങ്ങിച്ചായിരുന്നു. പഠിക്കാൻ എങ്ങനെയാണ്? പഠിക്കാൻ എടുക്കാനാണ്. സ്കൂളിൽ 4 പിള്ളേരിൽ ഒരു ഫസ്റ്റാണ് അവന്. 10ാം ക്ലാസ്സിൽ അവന് ക്ലാസ് ടോപ്പറിൽ 4 പേരായിരുന്നു. അതിൽ ഒരാൾ ഇവനായിരുന്നു. 10th CBSE സിലബസിൽ. വേറെ എന്ത് കലാരൂപം ചെറുതിൽ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു? അങ്ങനെയാണ് ഇവനെ ഡ്രോയിങ് പഠിപ്പിക്കാനായിട്ട് 2 സാറ് ഇവിടെ വരുമായിരുന്നു. ഇവൻ്റെ കഴിവ് കണ്ടിട്ട് ഒരാൾ അവർ തന്നെ സ്വയം തീരുമാനിച്ച് വരികയും ഒരാളിനെ ഞാൻ വിളിച്ചു വരുത്തി കുറച്ച് ദിവസം പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രോയിങ്ങിന് താല്പര്യമുണ്ട്. പുതിയ കണ്ടുപിടുത്തം മോനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തെങ്കിലും? അടുത്തവന് ഈ തീപ്പെട്ടി കവർ വെച്ചിട്ട് എന്തോ ഗിന്നസിൽ അടുത്ത ഒരെണ്ണം അച്ചീവ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഇപ്പോൾ ഈ പഠനം കൂടെ നടന്നു പോകുന്നത് കാരണം ഇത്തിരി സമയം കുറവുണ്ട്. അതിനാണ് ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് തന്നെ ഈ കവറുകൾ. ഇല്ലെങ്കിൽ നമുക്കിത് മാറ്റാമായിരുന്നു ഇവിടുന്ന്. നമ്മൾ പലരും കത്തിച്ചു കളയുന്ന ഈ ഒരു തീപ്പെട്ടി കൊള്ളികൊണ്ട് നവനീത് തീർത്തത് ഒരു ഗിന്നസ് റെക്കോർഡാണ്. വളർന്നു വരുന്ന കുരുന്നുകൾക്ക് നവനീത് വലിയൊരു പ്രചോദനമായി തീരട്ടെ. പ്രതീക് കളത്തിൽ GTV ന്യൂസ്, തിരുവനന്തപുരം.